ഇപ്പോൾ കാണുന്ന ഈ ഇമേജിനെ ഒന്ന് സ്റ്റിക്കറിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിക്കറായിട്ട് നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് remarker.ai എന്ന് പറയുന്ന സൈറ്റാണ്. ഇതിനകത്തോടെ നമുക്ക് ഫേസ് സ്വാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ വീഡിയോയുടെ ഫേസ് സ്വാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഇമേജിൽ നിന്ന് സ്റ്റിക്കർ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. വളരെ സിമ്പിളാണ്. ഒരൊറ്റ ക്ലിക്ക് മാത്രം മതി. ആദ്യം നമുക്ക് ഒരു ഇമേജ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത ശേഷം നമുക്കിവിടെ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഏകദേശം 1 മിനിറ്റിനടുത്ത് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഒരു സ്റ്റിക്കർ മോഡൽ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഇമേജസും ഏത് ഇമേജ് വേണമെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ തമ്പനയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിക്കർ യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ അട്രാക്റ്റീവ് ലുക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും ആ തമ്പനയിലൊക്കെ. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒറ്റ ക്ലിക്ക് മാത്രം മതി. സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് AI ടൂളുകളുണ്ട്. ഒരുപാട് നമുക്ക് ഇപ്പം യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരുപാട് AI ടൂളുണ്ട്. അപ്പോൾ ഏതെങ്കിലും AI ടൂളിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക.